ബേബിച്ചങ്ങളെ ഒരുപാട് സന്തോഷം. ബേബിച്ചങ്ങളെ പോലെ ഒരാളിനെ സംസാരിക്കാനായിട്ടും അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ബേബിച്ചങ്ങൾ 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദാമ്പത്യം ബൈബിൾ വെളിച്ചത്തിൽ, പ്രാർത്ഥന ബൈബിൾ വെളിച്ചത്തിൽ, ആന്തരിക സൗഖ്യം ബൈബിൾ വെളിച്ചത്തിൽ. ഈ 3 പുസ്തകങ്ങളിൽ ആദ്യം ഏതാ എഴുതിയത്? ആദ്യം എഴുതിയ പുസ്തകം പ്രാർത്ഥന ബൈബിൾ വെളിച്ചത്തിൽ എന്ന പുസ്തകമാണ്. ആഹാ. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ ധ്യാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നിരുന്ന വിഷയം പ്രാർത്ഥന ബൈബിൾ വെളിച്ചത്തിൽ എന്ന വിഷയം തന്നിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ശരിക്കും പഠിച്ചാണ് ധ്യാനിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പലയിടത്തും ധ്യാനിപ്പിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ തൃശ്ശൂർ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോൾ ഈ വിഷയം ഞാൻ പ്രാർത്ഥന ബൈബിൾ വെളിച്ചത്തിലെന്ന പുസ്തകം ഞാൻ എടുത്ത് അവിടുത്തെ ധ്യാന പ്രസംഗം എല്ലാം കഴിഞ്ഞ് പോരാൻ തുടങ്ങിയപ്പം അവിടെ വന്നിരുന്ന ഒരു പ്രേക്ഷിതൻ വന്നിട്ട് ചോദിച്ചു, സാറേ ഇത് പുസ്തകമാക്കിയിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ പുസ്തകമൊന്നും ആക്കിയിട്ടില്ല പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ധ്യാന കേന്ദ്രത്തിൽ ഇത് പോയപ്പോൾ ഇത് തന്നെ ആളുകൾ ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത് പുസ്തകമാക്കണം എന്നൊരു, അങ്ങനെ അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നെ ഞാനത് എഴുതിയത്. അങ്ങനെ അത് പുസ്തകമായി. അത് പുസ്തകം നല്ല രീതിയിൽ പ്രചാരണം, അതിന് നമുക്ക് സഭയിൽ നിന്ന് പ്രത്യേകിച്ച് ഒട്ടായലച്ഛൻ്റെയൊക്കെ വലിയ സഹകരണം കിട്ടി. അച്ഛനകത്ത് പൂങ്കാവ് പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഈ പുസ്തകം കൊണ്ട് കൊടുത്തു. അച്ഛനത് വായിച്ച് നോക്കിയിട്ട് കുറേ പുസ്തകം കൊടുത്തേക്കാൻ പറഞ്ഞാൽ അച്ഛന് കുറേ പുസ്തകം എല്ലാം കൊടുത്തു. അച്ഛൻ ധ്യാനിപ്പിക്കാൻ പോകുന്നിടത്തെല്ലാം കൊടുത്തു. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തും ആ പുസ്തകം എത്തി. നല്ലൊരു അപ്രീസിയേഷൻ. അതിൻ്റെ ഒരു എസൻസ് എന്തായിരിക്കും? പ്രാർത്ഥന ബൈബിൾ വെളിച്ചത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് പ്രാർത്ഥന എന്താണെന്നറിയാം, ബൈബിൾ വായിച്ചിട്ടുള്ളവരുമാണ്. ബേബിച്ചങ്ങൾ മുമ്പോട്ട് വെച്ച ബേബിച്ചങ്ങളുടെ ഒരു വെർഷൻ എന്തായിരുന്നു, ഒരു കണ്ടെത്തൽ എന്തായിരുന്നു? അതായത് പലരും പറയുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, ദിവ്യബലിയിൽ പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം കർത്താവ് ഉത്തരം തരുന്നില്ല. ഇങ്ങനെ പലരും എന്ന് പറയുന്നത്. അപ്പം പ്രാർത്ഥിക്കേണ്ട രീതിയിലല്ല പ്രാർത്ഥിക്കുന്നത് എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. കാരണം പലരും പ്രാർത്ഥിക്കാൻ ആവശ്യം വരുമ്പോൾ ചെന്ന് കർത്താവ്, പക്ഷേ അതിന് പ്രാർത്ഥിക്കേണ്ടതിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മളും ദൈവവുമായിട്ടൊരു നല്ല ബന്ധം വേണം. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ മേഖലയിൽ, പാപത്തിൻ്റെ അവസ്ഥയിൽ സ്വർഗസ്നായ എൻ്റെ പിതാവേ എന്ന് വിളിച്ചാൽ ആ വിളി അവിടെ എത്താൻ സാധ്യതയില്ല. കാരണം അത് ആത്മാവിലുള്ള വിളിയല്ല, അത് ജഡീയ പ്രാർത്ഥനയാണ്, ജഡത്തിലുള്ള വിളിയാണ്. ഈ ജഡത്തിലുള്ള വിളിയുടെ അല്ലെങ്കിൽ പ്രാർത്ഥന എത്തപ്പെടാതിരിക്കാനുള്ള ഒരു പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ജഡത്തിൽ, അതായത് പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലൊരു ബന്ധം വേണം. എന്താ പ്രാർത്ഥന? ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിലുള്ള ബന്ധമാണ്, കൂട്ടായ്മയാണ് പ്രാർത്ഥന. സ്വർഗസ്വനായ എൻ്റെ അപ്പാ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗസ്വനായ അപ്പൻ എൻ്റെ മോൻ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനിലേക്ക് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ആ വിളി ദൈവസന്നിധിയിൽ എത്തണം. ദൈവസന്നിധിയിൽ എത്താനായിട്ട് പലപ്പോഴും അത് സാധിക്കാതെ വരും. കാരണം ദൈവവുമായിട്ട് ബന്ധമില്ല. ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ ദൈവം വിളി കേൾക്കത്തില്ല. ദൈവമായിട്ട് ബന്ധം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയിലായിരിക്കണം. വിശുദ്ധി വരണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ആത്മാവിൽ വിശുദ്ധി വരുത്തണം. ആത്മാവിൽ വിളിച്ചെങ്കിൽ ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് പ്രാർത്ഥനയെ നടക്കുന്നത്. അപ്പോൾ ആത്മാവിൽ വിളിച്ചെങ്കിൽ മാത്രമേ ആത്മാവ് എത്തുകയുള്ളൂ. ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിലൊരു ബന്ധത്തിലേക്ക് വരണം. അത് പലപ്പോഴും ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾ മറന്നു. വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും പ്രതികാരവും ഒക്കെ വെച്ചുകൊണ്ട് ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയില്ല. കാരണം അത് ബൈബിളിൽ തന്നെ പറയുന്നത്, ഹെബ്രായർ ലേഖനം 12:15 പറയും, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുകയും. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. അപ്പോൾ ഈ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യമൊക്കെ അശുദ്ധി ഉണ്ട്. അതാ അശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളിൽ അശുദ്ധി വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധി ഇല്ല എന്നർത്ഥം. വിശുദ്ധി ഇല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ദൈവകൃപ നഷ്ടപ്പെടും. ദൈവം ഇങ്ങനെ മഴ പോലെ കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക.
അത് സൃഷ്ടരുടെ മേലും ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും എല്ലാം ദൈവം ആ, കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക, ഈ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവം തരാത്തത് കൊണ്ടല്ല, നമുക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ശിരസ്സിന് മുകളിൽ പാപത്തിൻ്റെ കുട നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ദൈവം തരുന്ന അനുഗ്രഹം നമ്മളിലേക്ക് വന്ന് നിറയത്തില്ല. അപ്പോൾ പാപം വെടിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ പല നിയമങ്ങളുണ്ട്. മനസ്തപിച്ച് പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ പത്ത് ബൈബിൾ അനുശാസിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പലർക്കും പലതും അറിയില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങൾ, ബൈബിൾ അനുശാസിക്കുന്ന നിയമങ്ങൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ അത് അവർ ഉൾക്കൊള്ളുകയും ദൈവത്തോടുള്ള ഒരു വലിയ ബന്ധത്തിലേക്ക് വരികയും ചെയ്യും. അത് അറിവില്ലായ്മ കൊണ്ടാണ്. ആ അറിവ് പകരുക എന്നുള്ളതാണ് ഈ പുസ്തകം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അത് വളരെ ഫലപ്രദമായിരുന്നു. പല ആളുകളും വിളിക്കുകയും പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും, അല്ലെങ്കിൽ ഈ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന ബൈബിൾ വെളിച്ചത്തിൽ എന്ന പുസ്തകത്തിൽ വ്യവസായങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തേണ്ട വിധങ്ങളും ഒരു നല്ല ഗൈഡ് ലൈൻ, അങ്ങനെ ഒരു പുസ്തകമാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. അത് ബൈബിൾ എന്താണ് പറയുന്നു അത് കൃത്യമായിട്ട് ബൈബിളിൻ്റെ വെളിച്ചത്തിലല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നില്ല. ബൈബിളിൽ അനുശാസിക്കുന്ന കുറേ നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ്. രണ്ടാമത്തെ പുസ്തകം ഏതായിരുന്നു? ദാമ്പത്യമായിരുന്നു അതോ ആന്തരിക സൗഖ്യമായിരുന്നു? രണ്ടാമത്തെ പുസ്തകം ദാമ്പത്യം ബൈബിൾ വെളിച്ചത്തിൽ എന്നുള്ള ഒരു പുസ്തകമായിരുന്നു. അതിൻ്റെ ഒരു എസൻസ് എന്തായിരുന്നു? ദാമ്പത്യം ബൈബിൾ വെളിച്ചത്തിൽ എന്ന പുസ്തകം എഴുതാനും പ്രേരണമായിട്ടുള്ളത് ഞാൻ തന്നെയാണ്. കാരണം പല ദാമ്പത്യ ഫെയിലുവറുകളുണ്ട്. എന്ന് പറഞ്ഞാൽ പലരും ദാമ്പത്യ ജീവിതം പരാജയപ്പെടുന്നു. ഞാനൊരു ഉദാഹരണം അതിൻ്റെ അത്. പിന്നെ അതെങ്ങനെ കറക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ബൈബിൾ അനുശാസിക്കുന്ന രീതിയിൽ നമ്മളുടെ ദാമ്പത്യ ജീവിതത്തെ കൊണ്ടുപോയില്ലെങ്കിൽ ദാമ്പത്യം പരാജയപ്പെട്ടു പോകും. കാരണം രണ്ട് വ്യക്തികളെ, രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്, രണ്ട് സാഹചര്യത്തിൽ വളരുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങളും പലർക്കും പലതായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ദൈവം പറയുന്ന കുറേ നിയമങ്ങളുണ്ട്. ഭർത്താക്കന്മാരെ നിങ്ങളിങ്ങനെ ആയിരിക്കണം, ഭാര്യമാരെ നിങ്ങളിങ്ങനെ ആയിരിക്കണം. അങ്ങനെ ബൈബിൾ അനുശാസിക്കുന്ന രീതിയിലൊരു ജീവിതശൈലി പടുത്തുയർത്തുകയാണെങ്കിൽ അവിടെ ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപയുണ്ടാകും. മനുഷ്യന് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ ആ പോരായ്മകളെ നികത്താൻ ദൈവം വരണമെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്ന രീതിയിൽ ഭർത്താക്കന്മാരെങ്ങനെയായിരിക്കണം, ഭാര്യമാരെങ്ങനെയായിരിക്കണം, എങ്ങനെ മക്കളോട് എങ്ങനെയായിരിക്കണം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അതുപോലെ വിവാഹം നിശ്ചയിക്കുമ്പോൾ നമ്മളുടെ മാനദണ്ഡം എന്തൊക്കെയായിരിക്കണം. ഒരു കല്യാണം എന്ന് പറയുന്നത് ദൈവം അനാദിയിലെ ഒരു പുരുഷന് ഒരു സ്ത്രീയെ നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അനാദിയിലെ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമുക്ക് ഭാര്യയായിട്ട് വരേണ്ടത് ആരാണെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ്? കൊള്ളാം, സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കുടുംബസ്ഥിതിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ടുള്ള ഒരു ആകർഷണമാണ് പലപ്പോഴും ഈ വിവാഹത്തിലേക്ക് നമ്മൾ എടുത്ത് ചാടാനായിട്ട്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ഇതാണോ എൻ്റെ ഭാര്യ, ഇതാണോ എൻ്റെ ഭർത്താവ് എന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു രീതി പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ഇല്ലാതാകുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിവാഹമാണ്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിവാഹം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാകത്തില്ല. കർത്താവും ഭർത്താവും ഭാര്യയും കൂടെ കൂടുമ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥയിലെ, അല്ല ഭാര്യയും ഭർത്താവും മാത്രം ഒരു കുടുംബം അപ്പോൾ പല കുടുംബങ്ങളും പല കുടുംബജീവിതവും ഫെയിലറാകുന്നു. ഞാൻ ഈ കൗൺസിലിംഗ് ശുശ്രൂഷയൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇയാളോടുള്ള വിവാഹ ജീവിതം വേണ്ട, അല്ലെങ്കിൽ ഈ ഭാര്യയെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു വരുന്ന പല കുടുംബങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുള്ളൊരു ജീവിതശൈലിയല്ല അവർ പടുത്തുയർത്തുന്നത്. അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല, പ്രാർത്ഥനാ ജീവിതമില്ല. പ്രാർത്ഥന ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവിക ഇടപെടലുണ്ടാകൂ. എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് വേണമെങ്കിൽ ദൈവം ഇടപെടും. അങ്ങനെ ചെയ്യരുത് മകളെ, ഇങ്ങനെ ചെയ്യരുത് മകനെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്.
ഈ ദൈവത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുടുംബജീവിതം അട്ടർ ഫെയിലർ ആകും. അങ്ങനെയാണ് ഓരോരുത്തരുടെയും ഇപ്പം ജീവിതത്തിൽ. ഈ ബേബിച്ചങ്ങൾ ഈ ദാമ്പത്യം ബൈബിൾ വെളിച്ചത്തിൽ എന്നുള്ള പുസ്തകത്തിൽ ഒരുപാട് എക്സാമ്പിൾസും പറയുന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്, പണ്ട് വായിച്ചതാണ്. ഏഹ് ഇപ്പം ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ടും ബൈബിള് വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിട്ടും ക്രിസ്ത്യാനികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് എലമെൻറ്റുകൾ ബേബിച്ചങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്നൊരു കാര്യം എന്തായിരിക്കും? അതായത് ബൈബിൾ വചന അടിസ്ഥാനമായി വിവാഹവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനിയായിരുന്നിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അതായത് ഈ പല കുടുംബജീവിതവും തകർന്നു പോകുന്നതിന് ഫോറിൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഫോറിൻ ഇൻഫ്ലുവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭാര്യയും ഭർത്താവിനെയും കൂടാതെ ഉള്ള ബന്ധങ്ങൾ. അതായത് അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മറ്റേ ഭർത്താവിൻ്റെ സഹോദരികൾ, അവരൊക്കെ ഈ കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുമ്പോൾ അവിടെ വിള്ളലുകളുണ്ടാകും. അതിനെ പരിഹരിക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഒരു ശത്രുവുണ്ട്. നമ്മുടെ പൊതുവായ ശത്രു ആരാ? പിശാശാണ്. ഈശോ പറയുന്നുണ്ട്, 1 പത്രോസ് 5:8 പറയും, നിൻ്റെ ശത്രുവായ പിശാശ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വീഴ്ത്തണമെന്ന് അന്വേഷിച്ച് ചുറ്റിക്കറങ്ങി നടക്കുന്നു. അപ്പോൾ ഇയാളുടെ ലക്ഷ്യം എന്താ? സമാധാനപരമായിട്ട് സന്തോഷപരമായിട്ട് പോകുന്ന ജീവിതത്തെ കലുഷിതമാക്കി പ്രശ്നമുണ്ടാക്കി ജീവിതത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ ഈശോ തന്നെ പറയുന്നത്, യോഹന്നാൻ 10:10 പറയും, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. അപ്പോൾ കള്ളനും ഈശോയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈശോ നമുക്ക് ദൈവിക ജീവൻ നൽകാൻ വന്നിരിക്കുന്നു, കള്ളൻ നമ്മെ നശിപ്പിക്കാൻ വരുന്നു. അപ്പോൾ ഈ കള്ളന് നമ്മൾ ഇടം കൊടുത്താൽ എന്ന് പറഞ്ഞാൽ, സാത്താന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുത്താൽ അവൻ കയറി ജീവിതത്തെ കൈകാര്യം ചെയ്യും. അപ്പോഴെന്ത് പറ്റും? അപ്പോൾ ജീവിതം നശിക്കും. അതിന് ഉദാഹരണമായിട്ട് പറയാനായിട്ട്, ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും കൂടെ കാണാൻ വന്നു. ഇവരുടെ വിഷയം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ജീവിതമായിരുന്നു. പറഞ്ഞ 2 മക്കളുണ്ട്. രണ്ടാമത്തെ മകള് ജനിക്കുന്നത് വരെ കുടുംബജീവിതം വളരെ ഭദ്രവും സുസ്ഥിരവുമായിരുന്നു. ഓൾ ഓഫ് എ സഡൻ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ജോലി സ്ഥലത്ത് നിന്ന് ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് ഭർത്താവ് വന്നപ്പോൾ ഭാര്യ അതുപോലെ സ്വാഗതം ചെയ്തു, കാപ്പി കൊടുത്ത് ചായ. പക്ഷേ അയാൾ കണ്ടത് ആ വീടിൻ്റെ അയാൾ ഇരുന്ന കസേരയുടെ അടിയിൽ ഒരു സിഗരറ്റ് കുറ്റി എടുത്തിട്ടിരിക്കുന്നു. അപ്പോൾ ഭാര്യയോട് ചാരടി ഇവിടെ വന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ ആരും വന്നില്ല. അയാൾക്ക് സംശയമായി. ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല, എൻ്റെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നവർ വന്നിട്ടാണ് ഈ സിഗരറ്റ് കുറ്റി എൻ്റെ കസേരയുടെ അടിയിൽ കെടുത്തിയിട്ടിരിക്കുന്നത്. ഇവൾ പറയുന്നു ആരും വന്നിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവൾ എന്നോട് കള്ളം പറയുക, ഇവൾ എന്നെ വഞ്ചിക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് മുതലേ ഇവൾ എന്നെ വഞ്ചിക്കും. ഇങ്ങനെ സാത്താൻ ഇടം കൊടുത്ത ഒരവസരം ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അന്ന് മുതൽ നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ, നീ എന്തിനാ ഇങ്ങോട്ട് നോക്കുന്നേ, നീ ഇരിക്കാൻ പാടില്ല, നീ കിടക്കാൻ പാടില്ല, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസായി. അപ്പോൾ ഈ പെണ്ണ് പറയുക, എൻ്റെ ജീവിതം മടുത്തു, എനിക്ക് ഇങ്ങനെ ഒരു മനുഷ്യനുമായിട്ട് ജീവിക്കാൻ വയ്യ. കാരണം ഇവന് സംശയമാണ്, അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അപ്പോൾ എനിക്കപ്പോഴും മനസ്സിലായി, ഇത് സാത്താൻ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മകളെ വിളിച്ച് ചോദിച്ചു, ഒറ്റയ്ക്ക് ഇരുത്തി ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞൂടാ സാറേ, ഞാൻ ഇയാളെ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, ഈ 2 മക്കൾ ഇയാളുടെ മക്കൾ തന്നെയാണ്. പക്ഷേ ഇയാൾക്ക് എന്നെ ഭയങ്കര സംശയം, ഞാനിനി എന്ത് ചെയ്യണം, എനിക്ക് അനങ്ങാൻ വയ്യ, അനങ്ങി കഴിഞ്ഞാൽ ഉടനെ പ്രശ്നമാണ്, ജീവിതം മടുത്തു, ഇനി മരിക്കും, പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ മരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇവനാണെങ്കിൽ വിട്ട് പറയുന്നുമില്ല. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. എൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ, ഇവർ 2 പേരും കൂടെ ഇവൻ്റെ ജോലി സ്ഥലത്തിനടുത്ത ഒരു വീട്ടിൽ വാടക വീട്ടിൽ താമസിക്കുക. അപ്പോൾ ഈ വാടക വീട്ടിൽ വരാൻ കാരണം എന്താ? വാടക വീട്ടിൽ വരാൻ കാരണം ഇവൾക്ക് അവൻ്റെ അമ്മ മാത്രമേ വീട്ടിൽ അമ്മയോട് യോജിച്ച് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മയെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ഇവർ വാടക വീട്ടിൽ വന്ന് താമസിക്കുക.
ഞാനിവരോട് ചോദിച്ചു നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു എന്തോന്ന് പ്രാർത്ഥന, ഇതൊക്കെ പള്ളിയിൽ കുറേ അച്ഛന്മാർ കാശുണ്ടാക്കാൻ വേണ്ടി കുർബാന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുടുംബജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയില്ല, പള്ളി പോക്കില്ല, ഇതൊക്കെയാണ്. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ അകലെയാണ്. അപ്പോൾ സാത്താൻ ഇടം കൊടുത്തു. എന്താ സംഭവിച്ചത്? ഞാനിങ്ങനെ ചുരുക്കി പറഞ്ഞ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം കർത്താവ് തരിക. ദർശനത്തിൽ ഒരു പേര് കാണിച്ചു. പേര് മാത്യൂസ് എന്നാണ് കാണിച്ചു. അപ്പോൾ ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു, മോളെ ഈ മാത്യൂസ് ആരാ? അപ്പോൾ അവൾ പറഞ്ഞു അത് എൻ്റെ ആങ്ങളെയാണ്, എൻ്റെ ആങ്ങളയുടെ പേര് മാത്യൂസ് എന്നാണ്. അവൻ സിഗരറ്റ് വലിക്കും. അന്ന് നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ സമയത്ത് ഇവര് കാണിച്ച ദിവസം നിൻ്റെ ആങ്ങളെ വീട്ടിൽ വന്നിരുന്നോ? വന്നിരുന്നു. അപ്പോഴാണ് അവളുടെ ഓർമ്മയിലേക്ക് ആ സംഭവം. അന്ന് രാവിലെ ഇവളുടെ ആങ്ങളെ വീട്ടിൽ വന്നു. ഈ അളിയനും കൂടെ നന്നായിട്ട് സംസാരിച്ചു. അവിടെ സിഗരറ്റ് വലിക്കുന്നു. ഇവനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവനും സമ്മതിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സാത്താൻ എന്ത് ചെയ്തു? ഇവരുടെ ദൃഷ്ടിയിൽ നിന്ന് ഈ സംഭവം എടുത്തു മാറ്റി. അപ്പോൾ ഈ സാത്താൻ, ഞാൻ പറഞ്ഞിട്ട് വന്നത് കുടുംബജീവിതത്തിൽ സാത്താൻ ഇടപെടും. എങ്ങനെ, എപ്പോഴാണ് ഇടപെടുന്നത്? പ്രാർത്ഥനയില്ലാതാകുമ്പോൾ, മാതാപിതാക്കളോട് അനാദരവ് കാണിക്കുമ്പോൾ. ഇവർ യഥാർത്ഥത്തിൽ ഈ അമ്മയെ വിട്ടിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അമ്മയെ വിട്ടിട്ട് പോയി. അപ്പോൾ അവളുടെ നിർബന്ധമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? സാത്താൻ ഇടം കൊടുത്തു. സാത്താൻ കയറി കളിച്ചു. അപ്പോൾ കുടുംബജീവിതം തകരുന്നതിൻ്റെ പ്രധാനമായ മറ്റൊരു കാരണം സാത്താന് കുടുംബജീവിതത്തിൽ ഇടം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാത്താൻ കയറി കളിക്കും. പിന്നെ അധാർമികമായ ജീവിതം, അതായത് അധാർമിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ പിന്നെ ആ ഭാര്യ പോരാ എന്ന് പറഞ്ഞ് ഒക്കെ അതൊക്കെ സാത്താൻ ഇടം കൊടുക്കുന്ന അവസരങ്ങൾ. അതുപോലെ ഭർത്താവിന് പോരാ, എനിക്ക് വേറെ ആളിനെ വേണം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിന് പുറത്തുള്ള ഒരു ജീവിതമൊക്കെ ആഗ്രഹിക്കുമ്പോൾ അവിടെയൊക്കെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകും. അത് എന്തുകൊണ്ടാണ്? വചനബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ദൈവം എനിക്ക് അനാദിയിലെ നൽകിയ മകനാണ് ഇവൻ, അനാദിയിലെ നൽകിയ മകളാണ് ഇവൾ എന്ന ബോധ്യം നഷ്ടപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യും? പുറത്തിയാടും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ സാത്താൻ വരുന്നത് എന്തിനാ? കൊല്ലാനും നശിപ്പിക്കാനാണ്. സാത്താൻ കയറി കളിക്കും. അപ്പോൾ കുടുംബജീവിതം തകരും. ഇങ്ങനെ പല കാരണങ്ങൾ, കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ഒരു പുസ്തകം വിവാഹത്തിലേക്ക് പോകുന്നവരാണോ, വിവാഹം കഴിഞ്ഞ് ഉടനെ നിൽക്കുന്നവരാണോ, ഇതാരാണ് വായിക്കാൻ വിഷയങ്ങൾ മനസ്സുകൊണ്ടാകില്ല? അല്ല, ഇത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അതായത് വിവാഹം എന്താണ്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിവാഹം എന്താണ്, വിവാഹം എന്ന കൂദാശ ആരാണ് സ്ഥാപിച്ചത്, പിന്നെ വിവാഹം എന്ന കൂദാശയിൽ ഇപ്പം എന്തൊക്കെയാണ് അതിനെ അർത്ഥമാക്കുന്നത്, മന്ത്രകോടി പലർക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല. മിന്നിൻ്റെ പിന്നെ മിന്നിലുള്ള ആ മുത്തുണ്ടല്ലോ, എത്ര മുത്തുമുണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. ആ മുത്ത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പലർക്കും അറിയില്ല. അതുപോലെ മന്ത്രകോടി ഇടുന്നു, എന്താ മന്ത്രകോടിയുടെ അർത്ഥം, ഇതൊക്കെ പലർക്കും അറിയാത്തത് കൊണ്ട് ഇതൊരാചാരമായിട്ട് ആളുകൾ കൈകാര്യം ചെയ്യുന്നു. അത് ആചാരമല്ല, അത് സഭ അത് കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ അർത്ഥമുണ്ട്. ആ മനസ്സിലാക്കി നമ്മൾ പെരുമാറുമ്പോൾ അതിന് കൊടുക്കുന്ന ബഹുമാനം കിട്ടും. അതിനനുസരിച്ച് ജീവിതശൈലി പടുത്തുയർത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാമീപ്യം ഉണ്ടാകും, സാന്നിധ്യം ഉണ്ടാകും, ക്രമീകരണം ഉണ്ടാകും. അങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും കുടുംബജീവിതത്തിൽ കിട്ടും. അത് പലർക്കും കിട്ടാതെ പോകുന്നത് ഇതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അത് പിന്നാണെന്നുണ്ടെങ്കിൽ വിവാഹിതനാകാൻ പോകുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഒരു വ്യക്തി വെറുതെ പോയി വിവാഹത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരുക്കത്തോടു കൂടിയുള്ള വിവാഹമല്ല. ഒരുങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ദൈവമേ, അനാദിയിലെ നീ തന്ന ജീവിത പങ്കാളിയെ ഞാൻ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് ഉണ്ടാകണം. അതിന് ആത്മീയമായിട്ട് ഒരുങ്ങണം, ശാരീരികമായിട്ട് ഒരുങ്ങണം. ദേഹം, ദേഹി, ആത്മാവ് 3 തലങ്ങളിൽ ഒരുക്കം വേണം. ഒരുങ്ങാതെ ജീവിതത്തിലേക്ക് കടന്നാൽ അവിടെ പരാജയം. കാരണം ഒരുക്കമില്ല. എന്ത് കാര്യങ്ങൾക്കും നമ്മളൊരു വീട് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ പോലും അതിന് വേണ്ട ഒരുക്കങ്ങളോടുകൂടി
അതിനെ കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത്, അതുപോലെ തന്നെ ആത്മീയമായിട്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു മകൻ ഒരു മകള് എന്ത് ചെയ്യണം? ആത്മീയമായിട്ട് ഒരുങ്ങണം. പലരും എന്താ കുമ്പസാരം എന്ന കൂദാശ പോലും വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു കൂദാശ എടുത്തിട്ടാണോ കുമ്പസാരിച്ച് അപ്പനോട് ചോദിച്ചു, അപ്പൻ ചോദിച്ചു മോനെ കുമ്പസാരിച്ചു എന്ന് പറയും. പക്ഷേ കുമ്പസാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല, അല്ലെങ്കിൽ വേണ്ടവണ്ണം കുമ്പസാരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മീയം ഒരുങ്ങുന്നില്ല. പാവത്തോടു കൂടിയാണ് വിവാഹം എന്ന കൂദാശയിലേക്ക് പോലും കടക്കുന്നത്. അവിടെ ദൈവകൃപ നഷ്ടപ്പെടും. ദൈവകൃപ നഷ്ടപ്പെടില്ല, ദൈവം ആശീർവദിക്കത്തില്ല. കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അപ്പം പാപത്തിൻ്റെ അവിടെ അനുഭവം ഉണ്ടാകത്തില്ല. ദൈവകൃപ ഈ വിവാഹത്തിൻ്റെ കൂദാശയിൽ എന്താ നടക്കുന്ന? ദൈവം ഭർത്താവും ഭാര്യയും കർത്താവും കൂടെ നിൽക്കുന്നതാണ് വിവാഹം. അവിടെ കർത്താവില്ലെങ്കിലോ അവിടെ വിവാഹം കൂദാശ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ബോധ്യം പലരും ഒരുങ്ങാതെയാണ് വിവാഹ എന്ന കൂദാശയിലേക്ക് അതിൻ്റേതായ പരാജയമാണ് ജീവിതത്തിൽ. പിന്നാണെങ്കിലും ഈ വിവാഹം തന്നെ അതിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കും. ഇപ്പം എന്താ കാണിക്കുന്ന കല്യാണത്തിന് തന്നെ എന്തെല്ലാം വസ്ത്രങ്ങളാണ് ധരിച്ചുകൊണ്ട് വരുന്നത്, ഏതെല്ലാം രീതിയിലാണ് കാണിക്കുന്നത്. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്നതിന് പറയുന്നത് ദൈവത്തിൻ്റെ ആശീർവാദത്തിന് വെളിയിലാണ്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വെളിയിലാണ്. കല്യാണം പോലും ഇപ്പോൾ ആശീർവദിക്കപ്പെടുന്ന, പള്ളിയിൽ പോലും ആശീർവദിക്കപ്പെടുന്ന കല്യാണങ്ങൾ. അപ്പോൾ ആ ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടാകണം. അപ്പോൾ വിവാഹത്തിന് മുമ്പ് നമ്മൾ എങ്ങനെയൊക്കെ ഒരുങ്ങണം, പിന്നെ വിവാഹത്തിന് ശേഷം ഒരു ഭാര്യയുടെ ധർമ്മം എന്തൊക്കെയാണ്, അത് പൗലോസ്ലീഹ വളരെ വ്യക്തമാണ്. ഭാര്യമാരെ നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഭർത്താക്കന്മാരെ നിങ്ങൾ എങ്ങനെയായിരിക്കണം, മക്കളെ നിങ്ങൾ മാതാപിതാക്കളെ നിങ്ങൾ മക്കളോട് ഇങ്ങനെയായിരിക്കണം, മക്കളെ നിങ്ങൾ മാതാപിതാക്കളോട് ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ സഭ അല്ലെങ്കിൽ ബൈബിള് വളരെയധികം വളരെ കൃത്യതയോടുകൂടി നിഷ്കർഷിക്കുന്നുണ്ട്. അതപ്പോൾ ആ വചനങ്ങളൊന്നും പലപ്പോഴും ഈ ആളുകൾക്ക് അറിയത്തില്ല. അതുകൊണ്ടെന്താ അതിൻ്റേതായ കുറവുണ്ടാകും. ആ കുറവുണ്ടാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കുടുംബജീവിതത്തെ പടുത്തുയർത്താനായിട്ട് വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് സാധിക്കാതെ വരും. അതിനെ ദൂരീകരിക്കുക. അപ്പോൾ അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഭാര്യ എന്ത് ചെയ്യണം, ഭർത്താവ് എന്ത് ചെയ്യണം? അപ്പോൾ അതിന് കർത്താവിൻ്റെ ദൗത്യം എന്താണ്, കർത്താവിൻ്റെ പങ്ക് എന്താണ്, കർത്താവിനെ എങ്ങനെ പങ്കെടുപ്പിക്കണം, ഇതൊക്കെയാണ് പുസ്തകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് വളരെ പ്രയോജനകരമാണ്. പലർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്നുള്ള സാക്ഷ്യം പലരും പറയുന്നുണ്ട്. അതിനനുസരിച്ച് പലരെന്നെ വിളിക്കുകയും കൗൺസിലിങ്ങിനായിട്ട് വരികയും അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പുസ്തകം വളരെ എഫക്റ്റീവ്. നമുക്ക് മൂന്നാമത്തെ പുസ്തകത്തിലേക്ക് വന്നാൽ അത് ആന്തരിക സൗഖ്യത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആന്തരിക സൗഖ്യം തിരഞ്ഞെടുക്കാനുള്ളൊരു? ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സൗഖ്യമാണ്. പലപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മരിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് പോലും മനസ്സിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പോൾ സ്വസ്ഥത എന്തുകൊണ്ടില്ല, സമാധാനം എന്തുകൊണ്ടില്ല എന്ന് വെച്ചാൽ ആ വ്യക്തികളുടെയൊക്കെ മനസ്സിൽ ആന്തരിക മുറിവുകളുണ്ട്. ആന്തരികം പറഞ്ഞാൽ മനസ്സിൻ്റെ മുറിവുകളാണ്. മുറിവ് വന്നാൽ എന്താ, ശരീരത്തിന് മുറിവ് വന്നാൽ എന്താ പറ്റുന്നത്? മുറിവ് വന്നാൽ അത് പഴുക്കുമ്പോൾ എന്തുണ്ടാകും? വേദനയുണ്ടാകും. ആ പഴുപ്പിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന ഒരു മണമുണ്ട്. അത് കൂടെയുള്ളവർക്ക് അസഹ്യമായിട്ടിരിക്കും. അതുപോലെ തന്നെയാണ് മനസ്സ് മുറിഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും പല വ്യക്തികളും ആന്തരിക മുറിവുകളാണ്. ആന്തരിക മുറിവുള്ള വ്യക്തികളുടെ പെരുമാറ്റത്തിൽ എന്തുണ്ടോ അതെല്ലാം ഇപ്പം നമുക്ക് ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റും. എന്നിൽ സ്നേഹമില്ലെങ്കിൽ എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റത്തില്ല. എന്നിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും പ്രതികാരവും ഒക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതെൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാം അത് മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് സമൂഹത്തിൽ വലിയ പ്രശ്നമായിട്ട്, കുടുംബത്തിലാണെങ്കിലും പ്രശ്നമാകും, ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിലും പ്രശ്നമാകും. അപ്പോൾ ആന്തരിക സൗഖ്യം എന്ന് അതായത് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടേണ്ട സമയത്ത് കിട്ടാതെ പോകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന മുറിവാണ് ആന്തരിക മുറിവ്. അപ്പോൾ ഈ ആന്തരിക മുറിവ് മനസ്സിൻ്റെ മുറിവാണ്.
അത് കരിയണം, അത് സൗഖ്യപ്പെടണം. അതല്ലെങ്കിൽ എന്ത് പറ്റും? ആ സ്നേഹശൂന്യത അവിടെ അവശേഷിക്കും. അത് മറ്റുള്ളവരിലേക്ക് പകരും. അവിടെ അവിടെ ഒരാളിൽ തന്നെയല്ല, അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ആന്തരിക മുറിവ് കൊണ്ടാണ് പലപ്പോഴും പല വ്യക്തികളുടെയും ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകാത്തത്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശരിയായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ മനസ്സ് എപ്പോഴും എന്തായിരിക്കണം? സ്വസ്ഥമായിരിക്കണം, സമാധാനപൂർണ്ണമായിരിക്കും. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കൾ, അതായത് ഒരു 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 സ്ത്രീ ഗർഭിണിയായി, അപ്പോൾ അവളുടെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവിട്ടു. ആ കുഞ്ഞിനൊരു മനസ്സുണ്ട്. ജീവൻ വയ്ക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിന് ജീവൻ വയ്ക്കുമ്പോൾ തന്നെ മനസ്സായി. മനസ്സ് വന്നു കഴിഞ്ഞാൽ ആ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സ് ആരുടെ മനസ്സാണ്? അത് മാതാപിതാക്കളുടെ മനസ്സാണ്. അപ്പോൾ അമ്മ ദുഃഖപൂർണ്ണയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെന്ത് പറ്റും? ദുഃഖപൂർണ്ണമായിരിക്കും. അമ്മയ്ക്ക് മുറിവ് കിട്ടുന്ന ഒരവസ്ഥയാണെങ്കിൽ തിരസ്കരണവും അപവാദവും ഉപേക്ഷിക്കപ്പെടലും അല്ലെങ്കിൽ തെറിവിളിയും, അങ്ങനെ സ്നേഹം കിട്ടാത്ത സ്നേഹശൂന്യമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ഗർഭിണി വരികയാണെങ്കിൽ അതിൻ്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെന്ത് പറ്റും? കുഞ്ഞിനെ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് ആ ജീവിതത്തിൽ ആ കുഞ്ഞിൻ്റെ സമാധാനപൂർണ്ണമായ ജീവിതം നഷ്ടപ്പെടും. അപ്പോൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഇങ്ങനെയുള്ള മുറിവേറ്റ ഓർമ്മകളുണ്ടെങ്കിൽ എന്തു ചെയ്യും? മുറിവേറ്റ ഓർമ്മകളുണ്ടെങ്കിൽ അത് വൈകാരിക തകർച്ചയ്ക്ക് കാരണമാകും. വൈകാരിക തകർച്ച എന്ന് പറയുമ്പോൾ പലരും ഈ എടുത്തിയാടി വർത്തമാനം പറയുക, അഹങ്കാര വർത്തമാനം പറയുക, ആരെയും ബഹുമാനിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാനമായ കാരണം അതിൻ്റെ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നം. വ്യക്തിത്വം എങ്ങനെ ഉണ്ടാകുന്നത്? മുറിവുള്ള വ്യക്തിയാണ്. ഒരിക്കലും ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായിട്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനാണ്. അപ്പോൾ അവനെ സംബന്ധിച്ച് അമ്മയ്ക്ക് പരാതിയുടെ പുറത്ത്, അമ്മയ്ക്ക് മാത്രമല്ല, ആ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർക്ക് പരാതി, കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് കോമ്പസ് വെച്ച് പിന്നെ പിള്ളേരെ കുത്തും, പിന്നെ അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന തെറികളും എന്ന് പറഞ്ഞാൽ വൈകൃതങ്ങളുടെ നിറകുടമായ ഒരു ചെറുക്കൻ. എല്ലാവരും മടുത്തു, സ്കൂളിൽ അധ്യാപകരും മടുത്തു, ഹെഡ് മാസ്റ്ററും കൂടെയുള്ളവർ എല്ലാ അയൽവാസികളും മടുത്തു, അപ്പനും അമ്മയും മടുത്തു. ശരിക്കും പറഞ്ഞ വൈകൃതത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ചെറുക്കൻ. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവൻ ഒരുപാട് ആന്തരിക മുറിവുള്ള ചെറുക്കനാണ്. അപ്പം ഞാൻ ആ മകളോട് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, മകളെ, നീ ഈ കുട്ടിയെ അബോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, ആ ശരിയാ, ഞാൻ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കാരണം ആദ്യത്തെ കുഞ്ഞ് ആയിക്കഴിഞ്ഞു, ഉടനെ തന്നെ രണ്ടാമത്തെ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ തുടങ്ങി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, കുറച്ച് ഗ്യാപ്പൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ന് തന്നെയല്ല, എൻ്റെ ഭർത്താവാണെങ്കിൽ നല്ല മദ്യപാനിയാണ്. എനിക്ക് അദ്ദേഹത്തോട് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഇങ്ങനെ ഒരുത്തൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ടാന്ന് എൻ്റെ മനസ്സും പറയുന്നു. അപ്പോൾ ഞാനൊരിക്കൽ പറഞ്ഞു, നമുക്ക് ഇവനെ അബോർട്ട് ചെയ്യാം, ഇവനെ അല്ലെങ്കിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് സമ്മതിച്ചു. അവർ ഭാര്യയും ഭർത്താവും കൂടെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 മാസമായി, ഇനിയിപ്പോൾ അബോർഷൻ നടക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ അബോർഷൻ നടന്നില്ല, ഈ കുട്ടി ജനിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ എന്താ? തിരസ്കരിക്കപ്പെട്ട കുഞ്ഞാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എൻ്റെ അപ്പന് വേണ്ട, എൻ്റെ അമ്മയ്ക്ക് വേണ്ട, എന്നെ കൊല്ലാൻ കൊണ്ടുപോയി. ഞാൻ വേണ്ടാത്ത കുട്ടിയാണ്, എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും സ്നേഹമില്ല, അപ്പൻ എന്നോട് സ്നേഹമില്ല, അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഇങ്ങനെ ആന്തരിക മുറിവായി ജനിച്ച ഒരു കുട്ടിയാണ് ഈ കുട്ടി. അപ്പോൾ അവൻ്റെ മനസ്സിൽ നിന്ന്, അവൻ്റെ ഉള്ളിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും പ്രതികാരവും മുൻകോപവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കോപം എന്നല്ല, അവൻ്റെ കയ്യിലിരിക്കുന്ന വെച്ച് വെട്ടുവൻ.
കൈവച്ച് കുത്തും. കോമ്പസ് ആണെങ്കിൽ പിള്ളേരെ കോമ്പസോട് കുത്തും. അപ്പോൾ ഈ മുൻകോപത്തിൻ്റെയൊക്കെ കാരണം എന്താ? അവൻ്റെ സ്വഭാവത്തിൻ്റെ വൈകൃതത്തിൻ്റെ കാരണം എന്താ? ഈ മാതാപിതാക്കളാണ്. ആന്തരിക മുറിവ് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അത് പലർക്കും അറിയില്ല. ഈ ആന്തരിക മുറിവുണ്ടാകുന്ന മുറിവിനെ മാറ്റി സൗഖ്യപ്പെടുത്താൻ ആർക്ക് കഴിയും? ഈശോയ്ക്ക് കഴിയും. ഈശോ സ്നേഹമാണ്. അപ്പോൾ ഓരോരോ മുറിവുകളിലേക്കും ചെന്ന് ഈശോ ഉള്ളി പൊളിച്ച് കളയുന്നത് പോലെ, ഉള്ളിയുടെ തൊലി കളയുന്നത് പോലെ ഓരോ വിഷയങ്ങളും ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഓരോ വിഷയങ്ങളും എടുത്ത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ആന്തരിക സൗഖ്യം കിട്ടുകയുള്ളൂ. അത് ആർക്ക് കഴിയും? ഈശോയ്ക്ക് കഴിയും. കാരണം ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ ഈശോയാണ്. അപ്പോൾ നമ്മുടെ ഇന്നലകളിലേക്ക് ഈശോയെ ക്ഷണിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മനസ്സിൻ്റെ പുനർനിർമ്മാണം നടത്തുന്ന ഒരു പ്രക്രിയയാണ് ആന്തരിക സൗഖ്യം. പുനർനിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മുറിവുകളെയെല്ലാം മാറ്റി ഈ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ എല്ലാം മാറ്റി, ആ മുറിഞ്ഞ ഓർമ്മകളെല്ലാം മാറ്റി അവിടെ സ്നേഹം നിറയ്ക്കണം. സ്നേഹം ഈശോയ്ക്ക് മാത്രമേ നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരു ടൂളുണ്ട്. അതിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ടൂള് ഫെയ്ത്ത് ഇമാജിനേഷൻ, വിശ്വാസ പ്രതിരൂപങ്ങൾ. അപ്പം ഈ മുറിവിൻ്റെ മുറിഞ്ഞ സ്ഥാനത്ത് ആ സ്ഥലത്ത് ആ സമയത്ത് ആ വിഷയത്തിലേക്ക് കടന്നു ചെന്ന് അതിനെ മാറ്റിയിട്ട് വിശ്വാസ പ്രതിരൂപങ്ങൾ, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ ഈശോയെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ മുറിവുകൾ ഉണങ്ങുകയും അയാൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരും. അങ്ങനെയാണ് ഇത് കണ്ടുവരുന്നത്. അങ്ങനെ ഒരുപാട് പേര് വന്ന് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ആന്തരിക സൗഖ്യ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, അതുപോലെ നിരാശ, കുറ്റബോധം, സ്ട്രെസ്സ്, ഡിപ്രഷൻ, ഇതൊക്കെ പ്രധാനമായ അതിൻ്റെ എല്ലാം കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്തരിക മുറിവുകൾ തന്നെയാണ്. സ്ട്രെസ്സൊക്കെ പ്രധാനമായ കാരണം മനസ്സിൻ്റെ ഒരു സമ്മർദ്ദത്തിൻ്റെ അത് സ്ട്രെസ്സൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആത്മഹത്യയിൽ ചെന്നെത്തും. അപ്പോൾ ആത്മഹത്യയിൽ വരെ എത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി എനിക്ക് തന്നെ മനസ്സിലാക്കി തനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് എനിക്ക് ആന്തരിക മുറിവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള കുറേ ലക്ഷണങ്ങൾ. ഇപ്പം നമ്മളൊരു രോഗം വന്നാൽ എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. എന്തിനാണ് രോഗനിർണയത്തിന്? അതുപോലെ നമുക്ക് സ്കാൻ ചെയ്യാം ആന്തരിക മുറിവുണ്ടോ എന്നറിയുന്നത്. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ അതോരോ ലക്ഷണങ്ങളാണ്. ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുമ്പോൾ മുൻകോപമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവൻ ആന്തരിക മുറിവുണ്ട് എന്നാണ് എൻ്റെ ശ്രമം. അതുപോലെ സ്വയം കുറ്റപ്പെടുത്തുന്നൊരു വ്യക്തി, അതുപോലെ സെൽഫ് കണ്ടംപ്റ്റ്, സ്വയം കുറ്റം വിധിക്കും, പിന്നെ സ്വയം വെറുപ്പ്, ഇതൊക്കെ ആന്തരിക സൗഖ്യം ആവശ്യമുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങളാണ്. അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം? ആന്തരിക സൗഖ്യ ശുശ്രൂഷയ്ക്ക് പോകണം. ഇന്നലെ ഇന്നും എന്നും ഒരുവൻ തന്നെയായ ഈശോ എന്ത് ചെയ്യും? അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന മുറിവേറ്റ ഓർമ്മകളെല്ലാം എടുത്തു മാറ്റി അവിടെയെല്ലാം സ്നേഹത്തിൻ്റെ പ്രതിരൂപങ്ങൾ, യേശുക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ സ്ഥാപിച്ച് ദൈവപ്രേരിതമായ പുതിയ രൂപങ്ങൾ വയ്ക്കുമ്പോൾ അവിടെ ദൈവപ്രേരിത രൂപങ്ങളാകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ശുശ്രൂഷയെന്നോ അതിൻ്റെ ശുശ്രൂഷയുടെ രീതി അതാണ്. അത് പലർക്കും പലരും അത് അവഗണിക്കുക. അങ്ങനെ അവഗണിച്ച് പോയാൽ എന്ത് പറ്റും? ഇത് പറഞ്ഞാൽ സ്ട്രെസ്സ് കൂടി ഡിപ്രഷൻ മൂത്ത് വരുമ്പോൾ ആത്മഹത്യയിലേക്ക് എത്തും. തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരവസ്ഥയാണത്. ചില വ്യക്തികൾ ഒരു പയ്യനൊക്കെ ചങ്ങനാശ്ശേരി ഒരു പ്രാവശ്യം ഒരു പയ്യനോട് കൊണ്ടുവന്നാൽ അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിക്കാനൊക്കെ എല്ലാം ബിടെക്കാരനെന്ന് പറഞ്ഞാൽ ഹൈ മാർക്സോട് കൂടി ജയിച്ച് നല്ല പഠിക്കാൻ മിടുക്കനായ ഒരു ചെറുക്കൻ. ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യും? അവൻ മുറിക്കകത്തോട്ട് കയറി, പിന്നെ പുറത്തോട്ട് ഇറങ്ങത്തില്ല. തന്നിലേക്ക് തന്നെ വീട്ടിലാരെങ്കിലും വന്നാൽ പോലും ജനലിൽ കൂടെ ഒന്ന് നോക്കുമോ ആരാ വന്നതാണ്. എന്നാൽ അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഒന്ന് മാനിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അവൻ്റെ കമ്പ്യൂട്ടറും
അവൻ്റെ ലോകവും വേറൊരു ലോകമായിട്ട്. അത് ഡിപ്രഷൻ്റെ പിന്നെ പറയും എനിക്ക് മരിക്കണം എന്നെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവൻ ആന്തരിക സൗഖ്യ ശുശ്രൂഷയുടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവനിപ്പം കാനഡയിലാണ് ചെറുക്കൻ. അവൻ മിടുക്കനായി അങ്ങ് മാറി. അപ്പോൾ ഇങ്ങനെയുള്ള ആന്തരിക തന്നിലേക്ക് തന്നെ പിൻവലിക്കുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ട്. അത് ഡിപ്രഷൻ്റെ. അതുപോലെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ അടുത്ത് തുമ്പോളിൽ നിന്നൊരു ചെറുക്കനെ ഇവിടെ കൊണ്ടുവന്നു, എൻ്റെ അടുത്ത് വന്നതായിരുന്നു. അപ്പനെ കൊണ്ടുവന്നേ. അപ്പോൾ അവന് നിരാശയിൽ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ഞാനെന്തിനാണ് ജീവിക്കുന്നത്, ഭൂമിക്ക് ഭാരമായിട്ട് ഞാൻ ചാകുന്നതാണ് നല്ലത്. ഒരു 27 വയസ്സുള്ള ചെറുക്കൻ പറയുകയാണ് ഞാൻ ചാകുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഡിപ്രഷൻ്റെ ലാസ്റ്റ്. ഞാൻ ആ തപ്പനോട് പറഞ്ഞൊരു 3-4 പ്രാവശ്യമെങ്കിലും എൻ്റെ അടുത്ത് നിങ്ങൾ പോരണം, ഇവനെയും കൊണ്ട് പോരണം, എന്നാലേ ഇത് ശരിയാകത്തുള്ളൂ. കാരണം അതുപോലെ ഇവനെ ശ്രദ്ധിക്കുകയും ചെയ്യണം. കാരണം ഇവന് ആത്മഹത്യാ പ്രേരണയുണ്ട്. അവൻ എപ്പോഴും എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറയും. അങ്ങനെ ആദ്യത്തെ ശുശ്രൂഷ കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. അത് കഴിഞ്ഞിട്ട് വേറെ ആരുമൊക്കെ പറഞ്ഞിത് പിന്നെ നല്ല അച്ഛന്മാരുടെ അടുത്ത് പോയെങ്കിലേ ശരിയാകത്തുള്ളൂ. അങ്ങനെ ഇങ്ങനെ അപ്പൻ എന്നെ വിളിച്ചോട്ട് ഇങ്ങനെ കൊല്ലത്തൊരു അച്ഛനുണ്ട് ഇത് നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നല്ല കാരണം അദ്ദേഹത്തിനാണെങ്കിൽ അതിനുള്ള അധികാരമുണ്ട്. കാരണം വൈദ്യർക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷ, പ്രത്യേകിച്ച് സൈക്യാട്രി ഡോക്ടറോട് അച്ഛൻ കൊണ്ടുപോകാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയെങ്കിലും ഈ മനുഷ്യൻ ഈ ചെറുക്കൻ വെണ്ടൃതി പാലത്തിൽ നിന്ന് ചാടി ചത്തു. ഈ ഡിപ്രഷൻ്റെയൊക്കെ ഒരു വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം അത് ഈസിയായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യമാണെങ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ ശുശ്രൂഷിച്ച് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറച്ച് ഈ കർത്താവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പല കുടുംബങ്ങളുടെയും പരാജയത്തിൻ്റെ പ്രധാനമായ കാരണം ഈ ആന്തരിക മുറിവുകളാണ്. അതവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലൊക്കെ അത് കൂടെ നിൽക്കുന്നവർക്ക് ഭാര്യയ്ക്കാണെങ്കിലും സഹിക്കാൻ പറ്റാത്തവർ, കുഞ്ഞു മക്കൾക്കാണെങ്കിലും പറ്റുക, മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റും. അപ്പോൾ ആന്തരിക മുറിവുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ആന്തരിക മുറിവുള്ള വ്യക്തികൾ അവരുടെ മുറിവിൽ നിന്ന് വരുന്ന ആ വേദന മറ്റുള്ളവർക്ക് കൊടുക്കും. അത് മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ആകെ കൂടെ കുടുംബത്തിലും പ്രശ്നമാകും, സമൂഹത്തിനും പ്രശ്നമാകും. ഏറ്റവും ശുശ്രൂഷിക്കേണ്ട ഒരു രോഗമാണ് ആന്തരിക രോഗം, മനസ്സിൻ്റെ രോഗം. അത് ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ കൃപയിലേക്ക് അവർക്ക് ഉയരാനായിട്ടും പറ്റും. അതിനെ സഹായിക്കുന്ന പുസ്തകമാണ് ആന്തരിക സൗഖ്യം. 3 പുസ്തകങ്ങൾ, ദാമ്പത്യം ബൈബിൾ വെളിച്ചത്തിൽ, പ്രാർത്ഥന ബൈബിൾ വെളിച്ചത്തിൽ, ആന്തരിക സൗഖ്യം ബൈബിൾ വെളിച്ചത്തിൽ, 3 പുസ്തകങ്ങൾ എന്തായാലും പരിചയപ്പെടുത്തിയതിന് ബേബിച്ചനോട് ഒരുപാട് നന്ദി. ഇത് എങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും? ഇത് ഏത് ബുക്ക് സ്റ്റോറിലാണ്, അതോ ബേബിച്ചനോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണോ? ഇല്ല, ഇത് മിക്കവാറും ചങ്ങനാശ്ശേരിയിലുള്ള അരമനപ്പടിയിലൊരു പുസ്തകം സെൻറ്റ് ജോസഫ്സ് ബുക്ക് സ്റ്റാളുണ്ട്, അവിടെ കൊടുക്കും. വേറെ എവിടെയൊക്കെയുണ്ട്? വേറെ എറണാകുളത്ത് 3-4 ഞാൻ അതിൻ്റെ പേര്. അല്ല, ബേബിച്ചനോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താലും കിട്ടുമല്ലോ അല്ലേ? കിട്ടും. ഇത് പുസ്തകം അങ്ങനെ കിട്ടും. പിന്നെ എനിക്ക് എന്നെ ഡയറക്റ്റ് പിന്നെ അത് പുസ്തകത്തിലെ നമ്പർ കൊടുത്തിട്ട് എനിക്കുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് മിക്കവർക്ക് പുസ്തകം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി, അല്ലെങ്കിൽ റീപ്രിൻറ്റ് ചെയ്യണം. പുസ്തകമെല്ലാം മിക്കവാറും എല്ലാം തീർന്നു. ഇനി അധികം കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ റീപ്രിൻറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു പുസ്തകം, ഇതിലേതെങ്കിലും ഒരു പുസ്തകം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സംഘടിപ്പിച്ച് കൊടുക്കുക, കോൺടാക്ട് ചെയ്താൽ മതി. എനിവേ ഒരുപാട് നന്ദി ചോദിച്ചു. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശദാംശമുള്ള വീഡിയോസ്. താങ്ക് യു വളരെ. എന്തായാലും ഇങ്ങനൊരു സംഭാഷണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല, അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. എങ്കിലും ഇത് ദൈവിക പദ്ധതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഒരു ചോദ്യവും പറച്ചില്ല. നമുക്ക് ഇനിയും തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. ശരി.